ഓർത്തോഗണൽ ഫങ്ഷൻസ് ഫൊറിയർ കോഎഫിഷ്യൻസ് കമ്പ്യൂട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഓർത്തോഗണാലിറ്റി ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. വെക്ടേഴ്സിന്റെ കളക്ഷനിൽ വെക്ടർ കാൽക്കുലസ് നിങ്ങൾ പഠിക്കുമ്പോൾ പരിചയപ്പെട്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഓർത്തോഗണാലിറ്റി ഓഫ് വെക്ടേഴ്സ്. രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണൽ ആണെന്ന് പറയണമെങ്കിൽ അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 വരണം, അല്ലേ? അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് 0 വരികയാണെങ്കിൽ വെക്ടേഴ്സ് ഓർത്തോഗണൽ ആണെന്ന് പറയാം. അതുപോലെ നമുക്ക് ഫംഗ്ഷൻസിന്റെ സ്പേസിലേക്ക് വരുമ്പോൾ ഫംഗ്ഷൻസിനെ നമുക്കൊരു ലീനിയർ സ്പേസ് ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ ആ സമയത്ത് അവിടെ ഫംഗ്ഷൻസിനെയും വെക്ടേഴ്സ് എന്ന് തന്നെ നമ്മൾ ജനറലി വിളിക്കാറുണ്ട്. അപ്പോൾ ഫംഗ്ഷൻസിന്റെ ഓർത്തോഗണാലിറ്റി നമുക്ക് പറയണമെങ്കിൽ വെക്ടേഴ്സിന്റെ കളക്ഷനിൽ വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് പറഞ്ഞതുപോലെയുള്ള ഒരു കോൺസെപ്റ്റ് ഇവിടെ ഫംഗ്ഷൻസിന്റെ കളക്ഷനിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. ആ കോൺസെപ്റ്റാണ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ്. നമുക്കത് ഡിഫൈൻ ചെയ്യാം. ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. See the definition. Inner product of functions. The inner product of two functions f1 and f2 on an interval ab is the number integral a to b f1x into f2x dx. അപ്പോൾ രണ്ട് ഫംഗ്ഷൻസ് തമ്മിലുള്ള ഇന്നർ പ്രോഡക്റ്റ് നമുക്ക് രണ്ട് ഫംഗ്ഷൻസും ഒരേ ഇന്റർവെല്ലിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്റർവെൽ എ ബിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള രണ്ട് ഫംഗ്ഷൻസിന്റെ ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് എടുത്ത് യൂഷ്വൽ പ്രോഡക്റ്റ് എടുത്ത് ആ ഇന്റർവെല്ലിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇറ്റ് ഈസ് ദ ഇന്റഗ്രൽ ഓഫ് പ്രോഡക്റ്റ് ഓഫ് ദ ടു ഫംഗ്ഷൻസ്. അപ്പോൾ ഈ ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യണം, എങ്കിലേ നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് ദി ഐഡിയ. അപ്പോൾ രണ്ട് ഫംഗ്ഷൻസിന്റെ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ എ ബിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള രണ്ട് ഫംഗ്ഷൻസിന്റെ ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റിനെ ആ ഇന്റർവെല്ലിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിയൽ നമ്പർ, അതിനെയാണ് ഇന്നർ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ ദിസ് സിമ്പിൾ ബ്രാക്കറ്റ് f1 f2. ഓക്കെ, രണ്ട് ഫംഗ്ഷൻസിന്റെ ഇന്നർ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ആ രണ്ട് ഫംഗ്ഷൻസിനെ നമ്മൾ ഓർത്തോഗണൽ ആണ് എന്ന് പറയും. ഓക്കെ, ടു ഫംഗ്ഷൻസ് f1 and f2 are said to be orthogonal on an interval ab if their inner product is 0. Inner product of f1 comma f2 is equal to 0. Then we say that f1 and f2 are orthogonal on the interval ab. Interval ab യിൽ ഇന്നർ പ്രോഡക്റ്റ് എന്താണ്? രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് എടുക്കുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ആ വാല്യൂ അഥവാ ഇന്നർ പ്രോഡക്റ്റ് 0 വരികയാണെങ്കിൽ നമ്മൾ ഈ രണ്ട് ഫംഗ്ഷൻസും ഓർത്തോഗണൽ ആണ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കാണാം. നമുക്ക് ഇവിടെ f1x x2 f2x x3 രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. -1 1 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ഓർത്തോഗണൽ ആണെന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ -1 1 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ഓർത്തോഗണൽ ആണെന്ന് കാണിക്കണമെങ്കിൽ ആദ്യം ഇവരുടെ ഇന്നർ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. ആ ഇന്നർ പ്രോഡക്റ്റ് 0 ആണെന്ന് കാണിച്ചാൽ മതി. So we compute the inner product of f1 and f2 that is equal to ഏത് ഇന്റർവെല്ലിലാണ്? -1 to 1 ലാണ്. അപ്പോൾ എന്താണ് ഇന്നർ പ്രോഡക്റ്റ്? ആ -1 to 1 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം ആരെ? f1 into f2, ആ പ്രോഡക്റ്റിനെ. സോ ഇന്റഗ്രൽ -1 to 1 f1 into f2. What is f1? x2, f2 is x3. x2 into x3 എന്നുള്ള പ്രോഡക്റ്റിനെ -1 to 1 ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ, അതാണ് ഈ ഇന്നർ പ്രോഡക്റ്റ്. അത് നമുക്ക് നോക്കൂ. x⁵5 ആണ് പ്രോഡക്റ്റ്. -1 to 1 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വാല്യൂ 0 എന്ന് വരും. സോ f1 and f2 are orthogonal. Therefore f1 comma f2 are orthogonal on ഏത് ഇന്റർവെല്ലിൽ? -1 to 1. Okay, next definition is of orthogonal set. എപ്പോഴാണ് ഒരു സെറ്റ് ഓർത്തോഗണൽ സെറ്റ് എന്ന് പറയുന്നത്? ഒരു സെറ്റ് ഓഫ് ഫംഗ്ഷൻസ്, a set of real valued functions phi 0 phi 1 phi 2 etc. is said to be orthogonal on an interval ab if inner product of phi m comma phi n equal to 0 for m not equal to n. എന്താണ് ഈ കണ്ടീഷൻ പറയുന്നത്? നമുക്ക് ഇവിടെയുള്ള സെറ്റിനകത്തുള്ള ഫംഗ്ഷൻസ് എല്ലാം സെയിം ഇന്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. ആ സെറ്റ് ഓർത്തോഗണൽ ആണ് എന്ന് വിളിക്കണമെങ്കിൽ ഇതിനകത്തുള്ള ഏത് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റുകളും പരസ്പരം ഓർത്തോഗണൽ ആയിരിക്കണം. ഈ കണ്ടീഷൻ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ ആണല്ലോ. phi m phi n എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് ആണ്. phi m ന്റെയും phi n ന്റെയും ഇന്നർ പ്രോഡക്റ്റ് 0 വരിക എന്ന് പറഞ്ഞാൽ phi m ഉം phi n ഉം ഓർത്തോഗണൽ ആവുക. എങ്ങനെയുള്ള phi m ഉം phi n ആണ്? m not equal to n. സഫിക്സ് ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ടാളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളക്ഷനിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് എലമെന്റുകൾ ഓർത്തോഗണൽ ആണെങ്കിൽ, ഏത് രണ്ട് എലമെന്റുകളും ഓർത്തോഗണൽ ആണെങ്കിൽ ആ സെറ്റിനെ നമ്മൾ ഒരു ഓർത്തോഗണൽ സെറ്റ് എന്ന് വിളിക്കും. ഓക്കെ, see the example. Show that the set 1 cos x cos 2x etc. is orthogonal on the interval -pi to pi. ഓക്കെ, ഈ ഇന്റർവെല്ലിൽ ഈ സെറ്റ് ഓർത്തോഗണൽ ആണ് എന്ന് കാണിക്കാൻ എന്താ ചെയ്യേണ്ടത്? പെയർ വൈസ് ആയിട്ടുള്ള ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പെയർ ഓഫ് ഫംഗ്ഷൻസും ഓർത്തോഗണൽ ആണെന്ന് കാണിച്ചാൽ മതിയല്ലോ. സോ നമ്മൾ ആദ്യത്തെ ഈ 1 phi 0 എന്ന് വിളിക്കാം, ബാക്കിയുള്ളവരെ phi nx എന്ന് വിളിക്കാം.
Okay, so 1 50, cos x എന്ന് പറയുന്നത് 5 1x, cos 2x 5 2x, and so on. Okay, then we want to show that integral minus pi to pi 50 phi n x dx equal to 0 for n not equal to 0, and integral minus pi to pi phi m into phi n equal to 0 for m not equal to n. ഇതല്ലേ നമുക്ക് കാണിക്കേണ്ടത്. അതായത് ഈ കളക്ഷനകത്തുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഏത് രണ്ട് പേരും പരസ്പരം ഓർത്തോഗണൽ ആണെന്ന് കാണിച്ചാൽ മതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റുകളുടെ ഇന്നർ പ്രോഡക്റ്റ് 0 എന്ന് എടുത്താൽ മതി, 0 എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ആദ്യം 1ഉമായിട്ടുള്ള ഇന്നർ പ്രോഡക്റ്റ് എടുക്കുന്നു. അതാണ് 50 ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ 50 ഓഫ് എക്സ് ഇൻറ്റു ഫൈ എൻ എക്സ് എന്ന് പറയുന്നത് 50യുമായിട്ടുള്ള മറ്റ് ഫൈ എന്നുകളുടെ ഇന്നർ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ ഫൈ എം ഇൻറ്റു ഫൈ എൻ എന്ന് പറയുന്നത് എന്താണ്? ഫൈ എമ്മും ഫൈ എന്നും തമ്മിലുള്ള ഇന്നർ പ്രോഡക്റ്റ് ഫോർ എം നോട്ട് ഈക്വൽ ടു എൻ. ഓക്കെ, അപ്പൊ ആദ്യം 1ഉമായിട്ടുള്ള ഇന്നർ പ്രോഡക്റ്റ് എടുക്കുന്നു. ബാക്കി അതിനുശേഷം കോസ് എക്സ് കോസ് ടു എക്സ് കളക്ഷനിലുള്ള രണ്ടുപേരെ ആർബിട്രറി ആയിട്ട് എടുക്കുന്നു, അവരുടെ ഇന്നർ പ്രൊഡക്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് 50 ഫൈ എൻ കമ്പ്യൂട്ട് ചെയ്യാം. 50 എന്ന് പറയുന്നത് 1 ആണ്, ഫൈ എൻ എന്ന് പറയുന്നത് കോസ് എൻ എക്സ് ആണ്. സോ ഈ പ്രോഡക്റ്റ് 1 ഇൻറ്റു കോസ് എൻ എക്സ് എന്ന് വരും. മൈനസ് പൈ ടു പൈയിൽ കോസ് എൻ എക്സിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സൈൻ എൻ എക്സ് ബൈ എന്നിനെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 എന്ന് വരും. ഇതിൻ്റെ കാരണം സൈൻ എൻ പൈയുടെ വാല്യൂ 0 ആണ്. ഓക്കെ, സൈൻ ഓഫ് എൻ പൈയിൽ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് പൈയിലെല്ലാം സൈനിന്റെ വാല്യൂ 0 ആണ് വരിക. സൈൻ പൈ, സൈൻ 2 പൈ, സൈൻ മൈനസ് 2 പൈ, ഇതെല്ലാം 0 ആണ്. പൈയുടെ മൾട്ടിപ്പിൾസിലെല്ലാം സൈനിന്റെ വാല്യൂ 0 ആണ് വരിക. ഓക്കെ, ഇനി അടുത്ത ഇന്നർ പ്രോഡക്റ്റ് കാണാം. ഫൈ എം ഫൈ എൻ, ദിസ് ഇസ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ഫൈ എം ഫൈ എൻ. ഓക്കെ, ഫൈ എം കോമ ഫൈ എൻ, inner product of phi m comma phi n equal to integral minus pi to pi phi m x into phi n x dx. ഇനി ഫൈ എം എക്സിനും ഫൈ എൻ എക്സിനും എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫൈ എം എക്സ് കോസ് എം എക്സ് ആണ്, ഫൈ എൻ എക്സ് കോസ് എൻ എക്സ് ആണ്. ഇവിടെ എമ്മും എന്നും ഈക്വൽ അല്ലാത്ത എം എൻ ആണ്, അതിവിടെ പറഞ്ഞിട്ടുണ്ട്, എം നോട്ട് ഈക്വൽ ടു എൻ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഒരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ഉപയോഗിക്കാം. ദിസ് ഇസ് ഓഫ് ദി ഫോം കോസ് സി കോസ് ഡി അല്ലേ, 2 കോസ് സി കോസ് ഡി എന്നുള്ള രൂപത്തിലാണ്, അല്ലെങ്കിൽ 2 കോസ് എ കോസ് ബി, 2 കോസ് എ കോസ് ബി എന്നുള്ള രൂപത്തിലാണ്. 2 കോസ് എ കോസ് ബി എന്ന് പറയുന്നത് കോസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് കോസ് ഓഫ് എ മൈനസ് ബി ആണല്ലോ. ഓക്കെ, കോസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് കോസ് ഓഫ് എ മൈനസ് ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 കോസ് എ കോസ് ബി കിട്ടും. അപ്പോൾ കോസ് എ കോസ് ബി എന്ന് പറയുന്നത് ഈ സമ്മിന്റെ ഹാഫ് ആണ്. സോ യൂസിങ് ദാറ്റ് വിത്ത് എ ഈക്വൽ ടു എം ആൻഡ് ബി ഈക്വൽ ടു എൻ, ഈ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോസ് എം എക്സിന്റെ കോസ് എൻ എക്സിനെ നമുക്ക് ഇങ്ങനെ റൈറ്റ് ചെയ്യാം. Okay, 1/2 times cos of m plus n x, m plus n times x plus cos of m minus n times x. Okay, ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ, ഓക്കെ, കോസ് ഓഫ് എം പ്ലസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ ഓഫ് എം പ്ലസ് എൻ എക്സ് ബൈ എം പ്ലസ് എൻ, കോസ് ഓഫ് എം മൈനസ് എൻ ടൈംസ് എക്സിൻ്റെ സൈൻ ഓഫ് എം മൈനസ് എൻ എക്സ് ബൈ എം മൈനസ് എൻ. മൈനസ് പൈ ടു പൈയിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എല്ലാം ഇങ്ങനെ പൈയുടെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് വരിക. അപ്പോൾ അപ്പർ ലിമിറ്റിൻ്റെ വാല്യൂ 0 വരും, ലോവർ ലിമിറ്റിൻ്റെ വാല്യൂ 0 വരും. സോ നെറ്റ് വാല്യൂ is 0. So we see that phi m phi n also orthogonal. Okay, therefore the collection 1 cos x cos 2x etc. is an orthogonal set, is an orthogonal set. Okay, next concept orthonormal set. ഓർത്തോനോർമാലിറ്റി പറയാൻ നമുക്ക് ആദ്യം നോം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. ദ നോം ഓഫ് എ ഫംഗ്ഷൻ ഫൈ ഓൺ ദ ഇന്റർവൽ എ ബി ഈസ് ഡിനോട്ടഡ് ബൈ ദിസ് സിമ്പിൾ. ഇത് വായിക്കേണ്ടത് നോം ഓഫ് ഫൈ ഓർ നോം ഫൈ എന്നാണ് വായിക്കേണ്ടത് കേട്ടോ. ആൻഡ് ഇസ് ഡിഫൈൻഡ് ആസ് നോം ഫൈ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ഫൈ വിത്ത് ഇറ്റ് സെൽഫ്. എങ്ങനെയാണ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ഫൈ വിത്ത് ഇറ്റ് സെൽഫ് കാണുക? ഇവരുടെ ഫൈയുമായിട്ടുള്ള പ്രോഡക്റ്റ് എടുക്കുക, അത് ഫൈ സ്ക്വയർ ആണ്, എന്നിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. സോ ഇന്റഗ്രൽ എ ടു ബി ഫൈ സ്ക്വയർ ഡി എക്സ്, ഇതാണ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ഫൈ വിത്ത് ഇറ്റ് സെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായും ഇതൊരു പോസിറ്റീവ് നമ്പറാണ്, നോൺ നെഗറ്റീവ് നമ്പറാണ്. കാരണം എന്താണ്? ഫൈയുടെ സ്ക്വയർ എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ ഇന്റഗ്രന്റ് നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ ഇന്റഗ്രൽ വാല്യൂ ഒരു നോൺ നെഗറ്റീവ് നമ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്വയർ റൂട്ട് എടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. ഏതൊരു ഫംഗ്ഷനും നമുക്ക് ഈ ഒരു നോം എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി അസൈൻ ചെയ്ത് കൊടുക്കാം, പ്രൊവൈഡഡ് ഈ ഒരു ഇന്നർ പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റിയാൽ മതി. ഓക്കെ, so norm of a function phi on the interval ab is square root of inner product of the function with itself. Okay, next എപ്പോഴാണ് ഒരു കളക്ഷൻ ഓർത്തോനോർമൽ സെറ്റ് എന്ന് പറയുന്നത്? എ collection phi 0 phi 1 phi 2 etc. of real valued functions
is said to be orthonormal on an interval AB if this condition is true. എന്താണ് ഈ കണ്ടീഷൻ പറയുന്നത്? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഫൈ എം ഫൈ എൻ ഈക്വൽ ടു 0 ഇഫ് എം നോട്ട് ഈക്വൽ ടു എൻ ആൻഡ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഫൈ എം ഫൈ എൻ ഈക്വൽ ടു 1 ഇഫ് എം ഈക്വൽ ടു എൻ. ആദ്യത്തെ കണ്ടീഷൻ പറയുന്നത് ഈ കളക്ഷൻ ഒരു ഓർത്തോഗണൽ സെറ്റ് ആണെന്നാണ് അല്ലേ. ഫൈ എം ഫൈ ഇന്നർ പ്രോഡക്റ്റ് ഫൈ എം ഫൈ എൻ ഈക്വൽ ടു 0 ഫോർ എം നോട്ട് ഈക്വൽ ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ കളക്ഷനിലുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഏത് രണ്ട് എലമെന്റുകളും ഓർത്തോഗണൽ ആണ് എന്നുള്ളതാണ് ആദ്യത്തേത് പറയുന്നത്. സോ ദിസ് കളക്ഷൻ ഈസ് ആൻ ഓർത്തോഗണൽ സെറ്റ്. ഓക്കെ, ആൻഡ് ടുഗദർ വിത്ത് രണ്ടാമത്തെ കണ്ടീഷൻ നോക്കൂ. ഇഫ് എം ഈക്വൽ ടു എൻ ഇന്നർ പ്രോഡക്റ്റ് ഈസ് 1. എമ്മും എന്നും ഈക്വൽ ആണെങ്കിൽ, അതായത് എമ്മും എന്നും ഈക്വൽ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഫൈ എം ഫൈ എം എന്ന് പറയുന്നത് എന്താ? നോമിന്റെ സ്ക്വയർ ആണ്. അപ്പൊ നോമിന്റെ സ്ക്വയർ 1 ആവുക. നോമിന്റെ സ്ക്വയർ 1 ആവുകയാണെങ്കിൽ നോം 1 ആവുക. അപ്പൊ നമുക്ക് ഓർത്തോ നോർമൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓർത്തോഗണൽ സെറ്റ് ആണ്. കാരണം ആദ്യത്തെ കണ്ടീഷൻ പറയുന്നത് അതാണ്. ടുഗദർ വിത്ത് ഓരോ എലമെന്റിന്റെയും നോം 1 ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ അതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഓർത്തോ നോർമൽ സെറ്റിനെ നമുക്ക് അങ്ങനെയും ഡിഫൈൻ ചെയ്യാം. ആൻഡ് ഓർത്തോ നോർമൽ സെറ്റ് an orthonormal set of functions is an orthogonal set in which every function has norm 1. ഓക്കെ, ഓരോ ഫംഗ്ഷന്റെയും നോം എന്തായിരിക്കും? 1 ആയിരിക്കും. ആ നോം 1 ആണെന്നുള്ളത് രണ്ടാമത്തെ കണ്ടീഷൻ എന്നാണ് കിട്ടുന്നത് കേട്ടോ. ഇഫ് എം ഈക്വൽ ടു എൻ, എമ്മും എന്നും ഈക്വൽ ആകുമ്പോൾ ഈ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നോമിന്റെ സ്ക്വയർ ആണ്. നോമിന്റെ സ്ക്വയർ 1 ആകുമ്പോൾ നോം 1 ആയിരിക്കും. അപ്പോൾ ഒരു ഓർത്തോഗണൽ സെറ്റിനകത്തുള്ള എല്ലാ ഫംഗ്ഷൻസിന്റെയും നോം 1 ആണെങ്കിൽ ആ സെറ്റിനെയാണ് ഓർത്തോനോർമൽ സെറ്റ് എന്ന് വിളിക്കുന്നത്. Okay, so let's start with an orthogonal set. Suppose that collection phi 0, phi 1, phi 2, etc. is an orthogonal set. Okay, നമുക്ക് ഈ സെറ്റിനെ ഒരു ഓർത്തോനോർമൽ സെറ്റാക്കി മാറ്റാൻ പറ്റുമോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തോഗണൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ദിസ് മീൻസ് ദാറ്റ് inner product of phi m with phi n will be equal to 0 for every m not equal to n. This is the idea. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള രണ്ടാളുകൾ എടുത്തു കഴിഞ്ഞാൽ അവർ ഓർത്തോഗണൽ ആവുക. അതാണ് ഒരു സെറ്റ് ഓർത്തോഗണൽ ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. നമുക്ക് ഇതിനെ ഓർത്തോനോർമൽ ആക്കാൻ പറ്റുമോ നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു, പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഡിഫൈൻ എഫ് എൻ എക്സ് ടു ബി phi nx divided by norm phi nx or simply norm phi n for n equal to 0, 1, 2, 3, etc. അതായത് ഇവിടെയുള്ള ഓരോ ഫംഗ്ഷനെ എടുത്തിട്ട് അതിൻ്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കറസ്പോണ്ടിങ് എഫ് എൻ കിട്ടും. സോ എഫ് സീറോ എന്ന് പറയുന്നത് ഫൈ സീറോ ബൈ നോം ഫൈ സീറോ, എഫ് വൺ എന്ന് പറയുന്നത് ഫൈ വൺ ബൈ നോം ഫൈ വൺ ആൻഡ് സോ ഓൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവരുടെ ഈ ഫംഗ്ഷൻസിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം. നൗ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എഫ് എം കോമ എഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് എം എക്സ് ഇൻറ്റു എഫ് എൻ എക്സ് ഡി എക്സ്, ഇതാണല്ലോ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ എഫ് എം എക്സിന് എഫ് എൻ എക്സിന് നമുക്ക് എക്സ്പ്രഷൻ ഉണ്ട്. എഫ് എം എക്സിന് നമുക്ക് ഫൈ എം ബൈ നോം ഫൈ എം എന്ന് എഴുതാം. എഫ് എന്നിന് ഫൈ എൻ ബൈ നോം ഫൈ എൻ എന്ന് എഴുതാം. ഓക്കെ, ഇതിനെ നോക്കൂ, ഈ ഡിനോമിനേറ്ററിൽ കാണുന്ന ഇതെല്ലാം നമ്പേഴ്സാണ്, സ്കേലാറുകളാണ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രലിൻ്റെ പുറത്ത് അത് എഴുതാം. സോ 1 ബൈ നോം ഫൈ എം ഇൻറ്റു നോം ഫൈ എൻ ഇൻറ്റു ഇൻ്റഗ്രൽ ടു ബി ഫൈ എം എക്സ് ഇൻറ്റു ഫൈ എൻ എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? ദാറ്റ് ഈസ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എഫ് എം ആൻഡ് എഫ് എൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. നമുക്ക് ഈ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഫൈ എമ്മിൻ്റെയും ഫൈ എന്നിൻ്റെയും ഇന്നർ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ 1 ബൈ നോം ഫൈ എം ഇൻറ്റു നോം ഫൈ എൻ ടൈംസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഫൈ എം കോമ ഫൈ എൻ എന്ന് എഴുതാം. ഓക്കെ, പക്ഷേ ഈ ഫൈ എം ഫൈ എന്നിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? ഇന്നർ പ്രൊഡക്റ്റ് ഫൈ എം ഫൈ എൻ എന്ന് പറയുന്നത് 0. ഓക്കെ, ബട്ട് ഇന്നർ പ്രൊഡക്റ്റ് ഫൈ എം ഫൈ എൻ
equal to 0 if m not equal to n. Okay, and that will be equal to norm phi m square if m equal to n. ശരിയല്ലേ? ഓക്കെ, എനിക്കിത് എങ്ങനെ എഴുതാം? ഓക്കെ, ഫൈ എമ്മും ഫൈ എനും തമ്മിലുള്ള ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എമ്മും എന്നും ഈക്വൽ അല്ലെങ്കിൽ അത് 0 ആണ്, കാരണം ഓർത്തോഗണൽ ആയതുകൊണ്ട്. എമ്മും എന്നും ഈക്വൽ ആണെങ്കിലോ ഇത് ഫൈ എൻ എന്ന് പറയുന്നത് ഫൈ എം തന്നെ വരും. അപ്പോൾ ഫൈ എം ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ഫൈ എം എന്ന് പറയുന്നത് ഫൈ എമ്മിന്റെ നോമിന്റെ സ്ക്വയർ ആണ് ഇഫ് എം ഈക്വൽ ടു എൻ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇന്നർ പ്രോഡക്റ്റ് എഫ് എം എഫ് എന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? therefore inner product of fm comma fn will be equal to, if m not equal to n, that will be equal to 0. Okay, m n so 0 if m not equal to n. m n ഈക്വൽ ആണെങ്കിലോ m n ഈക്വൽ ആകുമ്പോൾ ഈ ന്യൂമറേറ്റർ ഫൈ എമ്മിന്റെ നോമിന്റെ സ്ക്വയർ വരും, ഡിനോമിനേറ്ററോ നോം ഫൈ എം ഇൻറ്റു നോം ഫൈ എം എന്ന് തന്നെ വരും, കാരണം m n ഈക്വൽ ആയാൽ ഇതും നോം ഫൈ എം തന്നെ വരും. അപ്പോൾ ഡിനോമിനേറ്റർ നോം ഫൈ എം സ്ക്വയർ വരും, ന്യൂമറേറ്ററും നോം ഫൈ എം സ്ക്വയർ. അപ്പോൾ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ അതിന്റെ വാല്യൂ 1 എന്ന് വരും. 1 if m equal to n. Okay, this implies that the collection f0, f1, f2, f2, f2 is orthonormal. Okay, is orthonormal. That is collection phi 0 by norm phi 1, phi 0 by phi 1 by norm phi 1, etc. is orthonormal. ഓക്കെ, അപ്പോൾ ഒരു ഓർത്തോഗണൽ സെറ്റിനെ എങ്ങനെ ഓർത്തോനോർമൽ സെറ്റാക്കി മാറ്റാം? ആ ഓർത്തോഗണൽ സെറ്റിലുള്ള ഓരോ എലമെന്റിനെയും ഓരോ ഫംഗ്ഷനെയും അതിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കളക്ഷൻ എന്തായിരിക്കും? ഓർത്തോനോർമൽ ആയിരിക്കും. അപ്പോൾ ഓർത്തോഗണൽ സെറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായും അതിനെ നമുക്ക് ഓർത്തോനോർമലൈസ് ചെയ്യാം. ജസ്റ്റ് ഡിവൈഡ് എവറി എലമെന്റ് ബൈ ദെയർ നോംസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെറ്റിനെ ഒന്ന് ഓർത്തോനോർമലൈസ് ചെയ്യാം. ഇതൊരു ഓർത്തോഗണൽ സെറ്റാണ്, നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ കണ്ടതാണ്. -π to π ഇതൊരു ഓർത്തോഗണൽ സെറ്റാണ്. ഇതിനെ നമുക്ക് ഓർത്തോനോർമലൈസ് ചെയ്യാം. ഓർത്തോനോർമലൈസ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഓരോ ഫംഗ്ഷനെയും അതിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് ആദ്യത്തെ 1നെ ഫൈ 0 എന്ന് വിളിക്കാം, ഫൈ 0x1 എന്ന് വിളിച്ചു. ബാക്കിയുള്ളവരെങ്ങനെ ഫൈ എൻ എക്സ് എന്ന് വിളിക്കാം. ഫൈ എൻ എക്സ് ഈക്വൽ ടു കോസ് ഓഫ് എൻ എക്സ്, എൻ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഫൈ 0യുടെ നോം എന്ന് പറയുന്നത് എന്താണ്? ഫൈ 0യുടെ നോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ദി ഇൻ്റഗ്രൽ -π to π യിലാണ് ഇവിടെ. -π to π യിൽ ഫൈ 0x സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് സ്ക്വയർ റൂട്ട് എടുക്കുക, അപ്പോൾ നമുക്ക് നോം കിട്ടും. അപ്പോൾ നോം സ്ക്വയർ ഫൈ നോട്ടിന്റെ നോമിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇൻ്റഗ്രൽ -π to π ഫൈ 0x എന്ന് പറയുന്നത് 1 ആണല്ലോ. അപ്പോൾ 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെ വരും. സോ dx that is 2π. therefore നോം ഫൈ നോട്ട് എന്ന് പറയുന്നത് √2π ആണ്. ഓക്കെ, അപ്പോൾ ഫൈ നോട്ടിന്റെ നോം √2π ആണ്. ഇനി നമുക്ക് ഫൈ എന്നിന്റെ നോം കണ്ടുപിടിക്കാം. നോം ഫൈ എൻ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ടാണ്. സോ ഫൈ എന്നിന്റെ സ്ക്വയർ നമുക്ക് എടുക്കാം. ഫൈ എന്നിന്റെ നോമിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഇൻ്റഗ്രൽ -π to π ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ആരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക? ഫൈ എൻ എക്സിന്റെ സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക അല്ലേ. ഫൈ എൻ എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി കോസ് എൻ എക്സ് ആണല്ലോ. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -π to π കോസ് ഓഫ് എൻ എക്സിന്റെ സ്ക്വയർ, അതായത് കോസ് സ്ക്വയർ ഓഫ് എൻ എക്സ് ഡി എക്സ്. പക്ഷേ കോസ് സ്ക്വയറിന് നമുക്ക് കോസിലേക്ക് തന്നെ റിട്ടേൺ ചെയ്ത് എഴുതാം യൂസിങ് ദ ഐഡന്റിറ്റി കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 + cos 2 തീറ്റ ബൈ 2. ഈ ഐഡന്റിറ്റി ഉപയോഗിച്ചാൽ നമുക്ക് ഈ കോസ് സ്ക്വയർ എൻ എക്സിനെ റീറൈറ്റ് ചെയ്യാം 1/2 ടൈംസ് 1 + cos 2 nx dx എന്ന് എഴുതാം. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു 1/2 പുറത്തെഴുതി, 1ന്റെ ഇൻ്റഗ്രൽ എക്സ് പ്ലസ് കോസ് 2nxന്റെ ഇൻ്റഗ്രൽ സൈൻ 2nx. ഓക്കെ, സൈൻ ഓഫ് 2nx ഡിവൈഡ് ബൈ 2n ബിറ്റ്വീൻ ദ ലിമിറ്റ് -π to +π. ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ π പ്ലസ് പിന്നെ സൈൻ ഓഫ് 2nπ അത് 0 വരും. സോ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ π + 0 എന്ന് വരും. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് -π, എക്സിന് -π എന്ന് കൊടുക്കുന്നു. സൈൻ ഓഫ് -2nπ എന്ന് പറയുമ്പോൾ അതും 0 വരും. സോ ഇങ്ങനെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു π - -2. π എന്ന് പറയുമ്പോൾ 1/2
pi 1 by 2 into 2 pi, that is equal to pi. So phi n ന്റെ നോമിന്റെ സ്ക്വയർ ആണ് pi, therefore norm phi n equal to root pi എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് phi നോട്ടിന്റെ നോം റൂട്ട് 2 പൈ, phi n ന്റെ മറ്റുള്ള phi n കളുടെ ഒക്കെ നോം റൂട്ട് പൈ എന്നും വരും. അപ്പോൾ ഇതിനെ ഓർത്തോ നോർമലൈസ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഓരോരുത്തരെയും അവരവരുടെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓർത്തോ നോർമൽ സെറ്റ് ഏതായിരിക്കും, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർത്തോ നോർമൽ സെറ്റ് ഏതായിരിക്കും, 1 by root 2 pi, cos x by root pi, cos 2x by root pi, etc. Therefore the required orthonormal set is collection phi 0 by norm phi 0, comma phi 1 by norm phi 1, phi 2 by norm phi 2, etc. That is equal to 1 by 1 ന്റെ നോം കിട്ടിയത് റൂട്ട് 2 പൈ എന്നാണ്, ബാക്കിയുള്ളവരുടെ എല്ലാം നോം റൂട്ട് പൈ ആണ്. സോ കോസ് എക്സ്, phi 1 എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്, കോസ് എക്സ് ബൈ റൂട്ട് പൈ, കോസ് 2x അതിന്റെ നോമും എന്ത് തന്നെയാണ് കിട്ടിയത്, റൂട്ട് പൈ എന്ന് തന്നെയാണ് കിട്ടിയത് അല്ലേ, കോസ് 2x ബൈ റൂട്ട് പൈ, എക്സെട്ര. ഓക്കെ, സോ ദിസ് ഇസ് ദി റിക്വയർഡ് ഓർത്തോനോർമൽ സെറ്റ്. അപ്പോൾ ഈ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഷോ ദാറ്റ് ദ ഗിവൺ ഫംഗ്ഷൻസ് ആർ ഓർത്തോഗണൽ ഓൺ ദ ഇൻഡിക്കേറ്റഡ് ഇന്റർവൽ. ഇവിടെ ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്, പറഞ്ഞിരിക്കുന്ന ഇന്റർവെല്ലിൽ ഓർത്തോഗണൽ ആണെന്ന് കാണിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോഗണൽ ആണെന്ന് എങ്ങനെ കാണിക്കുക, F1 ന്റെയും F2 ഇന്നർ പ്രോഡക്റ്റ് 0 ആണെന്ന് കാണിക്കുക. ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് എടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ -2 എന്ന് പറയുന്ന ഈ ഇന്റർവെല്ലിൽ F1 ഉം F2 ഓർത്തോഗണൽ ആണെന്ന് കാണിക്കാൻ F1 into F2 പ്രോഡക്റ്റ് എടുത്ത് -2 to 2 ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ ഇന്റഗ്രൽ -2 to 2 F1 into F2, ദാറ്റ് ഈസ് x ന്റെ x square x cube, അത് 0 ആണെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം എല്ലാം അങ്ങനെ ചെയ്ത് നോക്കുക. ഇന്നർ പ്രോഡക്റ്റ് കമ്പ്യൂട്ട് ചെയ്ത് 0 എന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഓർത്തോഗണൽ ആണ് എന്ന് പറയാം. ഓക്കെ.